മരിച്ചവരെ എത്ര പെട്ടെന്നാണ് ലോകം മറക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മറ്റുള്ളവരെ കാണിക്കാനായി ജീവിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കും. മറ്റുള്ളവർ എന്ത് കരുതും എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒന്നും നേടാൻ പോകുന്നില്ല. മഴയെ നിനക്കിഷ്ടമാണെന്ന് പറയുന്നു, പക്ഷേ മഴ വരുമ്പോൾ നീ കുട ചൂടുന്നു. സൂര്യനെ നിനക്കിഷ്ടമാണെന്ന് പറയുന്നു, പക്ഷേ വെയിൽ വരുമ്പോൾ നീ തണൽ തേടി പോകുന്നു. കാറ്റിനെ നിനക്കിഷ്ടമാണെന്ന് പറയുന്നു, പക്ഷേ കാറ്റ് വരുമ്പോൾ നീ ജനൽവാതിലുകൾ കൊട്ടിയടയ്ക്കുന്നു. അതുകൊണ്ടാണ് നീ പ്രണയമാണെന്ന് പറയുമ്പോൾ ഞാൻ ഭയപ്പെടുന്നത്. ജീവിതത്തിനൊടുവിൽ 3 യാഥാർത്ഥ്യങ്ങളേ ഉള്ളൂ എന്ന് നാം തിരിച്ചറിയും. എത്രമാത്രം സ്നേഹിച്ചു, എത്ര കനിവോടെ ജീവിച്ചു, തൻ്റേതല്ലാത്തതിനെ എത്ര ഉദാരതയോടെ വിട്ടുകൊടുത്തു. ചിലപ്പോൾ ചില തെറ്റായ തീരുമാനങ്ങളാകാം നമ്മെ കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. എല്ലാവർക്കും നിങ്ങളുടെ അതേ ഹൃദയമല്ല. സ്വപ്നം എന്നത് മോഹാലസ്യത്തിൽ സമയം കളയാനുള്ളതല്ല, പ്രവൃത്തിയിൽ നേടിയെടുക്കാനുള്ളതാണ്. ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഉറച്ചു വിശ്വസിക്കുക, എല്ലാം നല്ലതിന്. എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന ഒരു സമയം വരും. അതാണ് തുടക്കം. അവിടുന്ന് തുടങ്ങണം. വിജയിച്ച ഏതൊരു മനുഷ്യനും ആരംഭിക്കുന്നത് 2 കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ്. 1, ഭാവി ഇന്നത്തേതിലും മികച്ചതാണ്. 2, അത് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കുന്നതിനും നല്ലതിന്. ജീവിതം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് നേരെ പുഞ്ചിരിക്കുകയുള്ളൂ. പ്രവർത്തിക്കേണ്ടത് മറ്റൊരാളേക്കാൾ മികച്ചതാകാൻ വേണ്ടിയല്ല, ഇന്നലെ നിങ്ങൾ എന്തായിരുന്നോ അതിലും മികച്ചതാകാൻ വേണ്ടിയാണ്. ഇന്ന് മഹത്തരമായിരിക്കുന്ന പലതും ഇന്നലെ വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു. ഒരു വിശക്കുന്ന വയർ, കാലിയായ കീശ, തകർന്ന ഹൃദയം, ഇവയ്ക്ക് 3നും ജീവിതത്തിലെ ഏറ്റവും മികച്ച പാഠങ്ങൾ പഠിപ്പിക്കുവാൻ സാധിക്കും. വേദനിപ്പിക്കുന്ന എല്ലാ തീരുമാനങ്ങളും തെറ്റായ തീരുമാനങ്ങളാകണമെന്നില്ല. 1000 കാതമുള്ള യാത്രകൾ പോലും ആരംഭിക്കുന്നത് ആദ്യത്തെ ഒരു ചുവടിൽ നിന്നാണ്. വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒഴിവാക്കേണ്ടത് പരാജയപ്പെടുമോ എന്നുള്ള ഭയമാണ്. വിധിയെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല, പക്ഷേ സ്വഭാവത്തെ നമുക്ക് മാറ്റാം. അത് വിധിയെ മാറ്റിമറിക്കും. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ, അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ, അത് നേടുന്നതിൽ നിന്നും നിങ്ങളെ തടയാൻ ആർക്കും സാധിക്കില്ല. പരാജയങ്ങൾ ഇല്ലാതാക്കിയതിലും കൂടുതൽ സ്വപ്നങ്ങളെ ഭയം ഇല്ലാതാക്കിയിട്ടുണ്ട്. വിജയമെന്നത് പുറമേ നിന്ന് കാണാൻ കഴിയണമെന്നില്ല. ഇന്ന് ഈ നിമിഷം വരെ എന്തൊക്കെയാണോ സംഭവിച്ചത് അതൊന്നും മാറ്റാൻ കഴിയുകയില്ല. പറഞ്ഞ വാക്കുകളൊന്നും തിരിച്ചെടുക്കാൻ കഴിയുകയില്ല. ആകെ ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ ഉള്ളതിനെ അംഗീകരിക്കുക എന്നതാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുക, സ്വയം ക്ഷമിക്കുക, മികച്ച തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുക. മോശം ദിനങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ അവയും അവസാനിക്കും. വിജയം ആസ്വാദ്യകരമാകണമെങ്കിൽ പ്രയാസങ്ങൾ ആവശ്യമാണ്. നടക്കില്ല എന്ന് വിചാരിച്ചിരുന്നാൽ ലോകത്ത് ഒരു കാര്യവും നടക്കില്ല. എന്നാൽ നടക്കുമെന്ന് വിചാരിച്ചിറങ്ങിയാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. നിങ്ങൾക്കത് സാധിക്കും എന്ന് ബോധ്യപ്പെടുത്തേണ്ടത്
നിങ്ങളെ തന്നെയാണ്, അല്ലാതെ മറ്റുള്ളവരെയല്ല. മറ്റൊരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് ചിന്തിക്കുക. നേടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടതിലും എത്രയോ മനോഹരമാണ്. ഉണരുക, എഴുന്നേൽക്കുക, ലക്ഷ്യം നേടുന്നതുവരെ പ്രവർത്തിക്കുക. സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്നത് പരാജയങ്ങളല്ല, ഭയമാണ്. പ്രശ്നങ്ങൾ ഒരിക്കലും പിന്തിരിയാനുള്ള സൂചനകളല്ല, അവ മുന്നോട്ട് പോവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണ്. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്നോ കഴിയില്ലെന്നോ വിചാരിക്കാം. 2 തരത്തിലും നിങ്ങൾ ശരിയാണ്. ഏറ്റവും മികച്ച സമയത്തിനായി കാത്തിരിക്കുന്നവൻ തൻ്റെ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കാൻ വിധിക്കപ്പെട്ടവനായിരിക്കും. നിങ്ങൾക്ക് നേടാൻ കഴിയാത്തത്ര വലുതായിരിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾ. എങ്കിലേ അത് നേടാൻ കഴിയുന്ന ഒരാളായി നിങ്ങൾക്ക് വളരാൻ സാധിക്കൂ. യഥാർത്ഥ വിദ്യാഭ്യാസം ലഭിക്കുന്നത് നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടാൻ തുടങ്ങുമ്പോഴാണ്, അല്ലാതെ വിദ്യാലയങ്ങളിൽ നിന്നല്ല. ഏതൊരു വലിയ വിജയത്തിൻ്റെയും തുടക്കം ഒരു സ്വപ്നത്തിൽ നിന്നായിരുന്നു. വിജയം എന്നത് പണം മാത്രമല്ല എന്ന് തോന്നിത്തുടങ്ങുന്ന നിമിഷം മുതൽ നിങ്ങൾ വിജയിക്കാൻ പ്രാപ്തനാകുന്നു. ഏറ്റവും ഇരുണ്ട രാത്രിയും അവസാനിക്കും. സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യും. അവസരങ്ങൾ തേടി നടന്നവരല്ല, അവസരങ്ങൾ സൃഷ്ടിച്ചവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. നിങ്ങളത് നേടിക്കാണിക്കുന്നതുവരെ എല്ലാവരും പറയും, നിനക്കത് സാധിക്കില്ല. ഒരു ധനികൻ്റെ ലക്ഷ്യം പണം സമ്പാദിക്കുക എന്നതാണ്, അല്ലാതെ പണമുണ്ടെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്നതല്ല. ഏറ്റവും താണപടിയിൽ നിന്ന് പോലും ഉയരങ്ങളിലേക്ക് ഒരു മാർഗമുണ്ടായിരിക്കും. ഒരു ചെറിയ തോൽവിയെ ഒരിക്കലും സമ്പൂർണ്ണ പരാജയമായി കാണേണ്ടതില്ല. പിന്നിൽ നിൽക്കുന്നവരെ സംരക്ഷിക്കുക, ഒപ്പം നിൽക്കുന്നവരെ ബഹുമാനിക്കുക, എതിരെ നിൽക്കുന്നവരെ പരാജയപ്പെടുത്തുക. ദരിദ്രനായിട്ട് ജനിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ തെറ്റല്ല. എന്നാൽ ദരിദ്രനായിട്ട് മരിക്കുന്നത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. എങ്ങനെ എന്നോർത്ത് ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആരംഭിക്കില്ല. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ യാതനകളും നിങ്ങളുടെ നാളുകളെ ശക്തിപ്പെടുത്താനുള്ളവയാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചിന്തിക്കാനും വിശ്വസിക്കാനും സാധിക്കുന്നത്, അതൊക്കെ നിങ്ങൾക്ക് നേടാനും സാധിക്കും. ഒരു മാറ്റത്തിന് മുതിരാതെ മറ്റൊരു മാറ്റം പ്രതീക്ഷിക്കരുത്. സാധിക്കില്ല എന്ന് ചിന്തിച്ച് തുടങ്ങുന്ന നിമിഷം മുതൽ നിങ്ങൾ പരാജയപ്പെട്ടു തുടങ്ങുന്നു. തളർന്നു പോകാനും തോറ്റു പോവാനും ഒരുപാട് കാരണങ്ങളുണ്ടാവും. പക്ഷേ ജയിക്കാൻ ഒരൊറ്റ കാരണമേ ഉണ്ടാവൂ, ജയിക്കണം എന്നുള്ള നമ്മുടെ തീരുമാനം. എനിക്ക് ഒരേ ഒരു അമാനുഷിക ശക്തിയേ ഉള്ളൂ. ഞാൻ എൻ്റെ തീരുമാനങ്ങൾ ഇടയ്ക്കിടെ മാറ്റാറില്ല. എനിക്കത് നേടണം, മറ്റൊന്നിനും വേണ്ടിയല്ല. എനിക്കത് സാധിക്കില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ജയിച്ച് കാണിക്കാൻ വേണ്ടി മാത്രം. വിജയം ഒരുപക്ഷെ സാവധാനത്തിലായിരിക്കാം, പക്ഷേ പിന്മാറുന്നത് ഒരിക്കലും അത് വേഗത്തിലാകില്ല. വിജയിക്കണമെന്ന ആഗ്രഹം എല്ലാവർക്കുമുണ്ട്. പക്ഷേ അതിനുള്ള വേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സ് ചുരുക്കം ചിലർക്ക് മാത്രമേ ഉള്ളൂ.